ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബേഴ്സിനെ കുറിച്ചുള്ള കേസുകളും കോൺസ്പിറസി തിയറികളും അതുപോലെ തന്നെ അവരുടെ കോൺട്രവേഴ്സികളും എല്ലാം കേൾക്കാനും കാണാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേകതരം വൈബുമാണ്. എന്തായാലും അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ തൊട്ട അയൽവക സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വ്ളോഗറുണ്ട്. ഇർഫാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുഹമ്മദ് ഇർഫാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഇർഫാൻ വ്യൂസ് എന്ന ഒരു യൂട്യൂബ് ചാനലാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് മുമ്പേയും ചെറിയൊരു കോൺട്രവേഴ്സിൽ ഇതുപോലെ പെട്ടിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു വാഹനം ഇടിച്ചിട്ട് ഒരു സ്ത്രീ തമിഴ്നാട്ടിൽ വെച്ച് മരിക്കുകയുണ്ടായി, ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട്. പക്ഷേ അന്ന് കാർ ഡ്രൈവ് ചെയ്യുന്നത് ഇദ്ദേഹമായിരുന്നില്ല, ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ കേസിൽ നിന്നും ഒരു ജസ്റ്റ് ഒരു എസ്കേപ്പ് ആയെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ റീസെന്റ് ആയിട്ട് സംഭവിച്ച ഒന്ന് രണ്ട് ഇഷ്യൂസിൽ ഇദ്ദേഹം ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. പെട്ടിരിക്കുക മീൻസ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം എയറിലാണ്. പക്ഷേ നിയമപരമായിട്ടോ അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് ഭാഗത്ത് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. ഇർഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ ഡേ ടു ലൈഫിലെ കാര്യങ്ങളും അതുപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നതും പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് മെയിൻ ആയിട്ട് അദ്ദേഹം തന്നെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം മെയ് 2024 അദ്ദേഹം തന്റെ കുഞ്ഞിന്റെ ജെൻഡർ റിവീൽ നടത്തുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് റൂറൽ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് DMS, തമിഴ്നാട്ടിലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തിന്റെ പുറകെ തന്നെ ആയിരുന്നു. കാരണം ഇദ്ദേഹം ജെൻഡർ റിവീൽ ചെയ്തത് വലിയൊരു കുറ്റകരമാണെന്നും അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും ഇദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ അവർക്ക് കൊടുക്കണമെന്നുമായിരുന്നു ഇവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. മാത്രമല്ല തമിഴ്നാട് സൈബർ പോലീസും ഇവരുടെ പുറകെ തന്നെ ആയിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾ റിവീൽ ചെയ്തു, തെറ്റാണെന്ന് അറിഞ്ഞതിന് ശേഷവും നിങ്ങൾ എന്തുകൊണ്ട് റിവീൽ ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇർഫാനെതിരെ ഒരു നടപടി ചെയ്ത സമയത്തായിരുന്നു ഇദ്ദേഹം ഇവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതായത് കറക്റ്റായിട്ടും ഞാൻ ഈ സംഭവം, അതായത് എന്റെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നത് UAE വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി ഒക്കെ UAE ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പോയി ചെക്കപ്പ് നടത്തിയപ്പോഴാണ് ഞാൻ ഈ ജെൻഡർ റിവീൽ ഇങ്ങനെ അറിയുന്നത്. കാരണം UAE ഒന്നും ഇല്ലീഗൽ അല്ല, ലീഗലാണ്. അവിടെയൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്നാണ് ഞാൻ ഇത് അറിയുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അത്ര ലീഗൽ കോംപ്ലിക്കേറ്റഡ് ഒന്നും അവിടെ ഇല്ല, കോംപ്ലിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ റിവീൽ ചെയ്യുന്നത് മാത്രമായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ ഇദ്ദേഹം ഇന്ത്യയിൽ വെച്ചാണ് ഈ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും പിന്നീട് കൂടുതൽ ചർച്ചയാക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഇർഫാന് ഈ ഒരു കേസിൽ നിന്ന് നിസ്സാരമായി തലകൂരി പോകാനും DMSന് ഈ ഒരു കേസിന്റെ എക്സ്പ്ലനേഷൻ ബോധിച്ചത് കൊണ്ട് അവർ യാതൊരുവിധ ലീഗൽ ആക്ഷന് പോകാതെ ആ കേസ് അവിടെ ഒത്തുതീർപ്പാക്കുകയായി. പക്ഷേ തുടരാ പാപ്പം എന്ന് പറഞ്ഞ രീതിയിൽ ഒക്ടോബർ 2024 ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ പ്രഗ്നൻസി സമയത്ത്, അതായത് ഓപ്പറേഷൻ നടക്കുന്ന തിയേറ്ററിലേക്ക് കയറുകയും അവിടെ കയറിയിട്ട് തന്റെ വൈഫിന്റെ വൈഫിന്റെയും കൂടെ പുക്കിൾക്കുടി അവിടെ വെച്ച് കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് കുഞ്ഞിന്റെ പുക്കിൾക്കുടി കട്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് ഇദ്ദേഹമാണ് ചെയ്തിരുന്നത്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് വൈഫിന്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹസ്ബൻഡ് അലൗഡ് ആണോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ അദ്ദേഹം അവിടെ കയറിയതിന് തെറ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചത് ഇദ്ദേഹം കയറിയതിനോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ പുക്കിൾക്കുടി കട്ട് ചെയ്തതിനോ അല്ല, ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ക്യാമറാമാനും അതിനകത്തേക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇത് വലിയ തെറ്റാണെന്ന് അറിഞ്ഞതുകൊണ്ടും ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അതിന്റെ വീഡിയോ എടുക്കുകയും അത് യൂട്യൂബ് ചാനലിൽ കൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് വലിയൊരു തെറ്റാണെന്ന് തമിഴ്നാട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഹെൽത്ത് മിനിസ്റ്ററും ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇതിനൊരു ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞു. മാത്രമല്ല, ഈ ഒരു കേസിന് ആസ്പദമായ സംഭവത്തിൽ നമ്മൾ ആ വീഡിയോയിൽ നോക്കിയാൽ കാണാമായിരുന്നു ധാരാളം ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫും ഒക്കെ അത് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇർഫാൻ ഒരു ഫേമസ് സെലിബ്രിറ്റിയാണ്, ഒരു ഫെയിമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ കൂടെ തങ്ങളും ഫേമസ് ആകുമോ എന്നൊരു ചിന്തയാണെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു സമയത്തും അവരുടെയൊക്കെ ഒരു മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തിലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴും അതിനായത് ഇല്ലീഗലായിട്ട് രണ്ടുപേരത്ത് എൻട്രി ചെയ്തു. മാത്രമല്ല, ഒരിക്കലും കാണാൻ പാടില്ലാത്ത സംഭവങ്ങൾ വീഡിയോ പ്രചരിപ്പിച്ച് അത് യൂട്യൂബ് ചാനലിൽ കൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് ശക്തമായ എതിർപ്പുകളായിരുന്നു തമിഴ്നാടിന്റെ പല ഭാഗത്തുനിന്നും ഉയർന്നു വന്നിരുന്നത്. പക്ഷേ ഇതിലൊക്കെ ഒരു കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രചരിപ്പിച്ച ഡോക്ടർ, അതായത് ഈ സമയത്ത് അവിടെ ഇൻചാർജ് ആയിരുന്ന ഡോക്ടർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. അദ്ദേഹം ഇപ്പോഴും ഈ കേസിന്റെ പുറകെയാണ്, പല നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള വിചാരണയ്ക്ക് വേണ്ടി അദ്ദേഹം പോയിക്കൊണ്ടിരിപ്പുണ്ട്. മാത്രമല്ല, ഹോസ്പിറ്റലിനെതിരെ 50,000 രൂപയുടെ പെനാൽറ്റി തമിഴ്നാട് ഗവൺമെന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ലാതെ 10 ദിവസത്തേന് ആ പ്രസ്തുത ഹോസ്പിറ്റലിന്റെ ലൈസൻസ് അവർ കട്ടാക്കിയിട്ടുണ്ട്. അതായത് പുതുതായിട്ട് വരുന്ന ഒരു രോഗിയെ പോലും അവിടെ അഡ്മിറ്റ് ചെയ്യാൻ 10 ദിവസത്തേക്ക് സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇരുന്നാലും ഇർഫാൻ ഇപ്പോഴും സേഫാണ്. കാരണം ഈ ഒരു സമയം വരെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇർഫാനെതിരെ യാതൊരു നിയമ നടപടിക്കും തമിഴ്നാട് ഗവൺമെന്റോ പോലീസോ മുതിർന്നിട്ടില്ല. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇർഫാനും സെലിബ്രിറ്റികളുമായിട്ടും പൊളിറ്റീഷ്യൻസുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ട്. മാത്രമല്ല, റീസെന്റ് ആയിട്ടായിരുന്നു, കുറച്ചു നാൾക്ക് മുമ്പായിരുന്നു ഇർഫാനും ഉദയനിധി സ്റ്റാലിനും, അറിയാമല്ലോ ഉദയനിധി സ്റ്റാലിൻ ആരാണെന്ന്, അദ്ദേഹമൊക്കെ ആയിട്ടുള്ള ഒരു ലഞ്ച് ടൈമിന്റെ ഒരു വീഡിയോ ഒക്കെ ഇർഫാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രമാത്രം ഒരു നല്ല റിലേഷൻ ഇരിക്കുന്ന സമയത്തും
ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന അറിയാമല്ലോ. എന്നിരുന്നാലും പ്രക്ഷോഭം ഉയരുന്ന സമയത്ത് തമിഴ്നാട് ഗവൺമെന്റിനെ ഇയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തേ മതിയാകൂ എന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വെറും ഒരു ഫെയിമിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ വെറും ഒരു എന്താ പറയുന്ന പോപ്പുലാരിറ്റിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ പിന്നീട് ജീവിതത്തിൽ വലിയൊരു പാമ്പ് പോലെ കഴുത്തെ ചുറ്റുമെന്ന് ഓർത്താൽ എല്ലാവർക്കും നന്ന്.